വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മെസ്സേജ് അനൂപ് എന്ന ആളുടെ അടുത്ത് നിന്ന് എനിക്ക് കിട്ടി. ഹലോ ലക്ഷ്മി ജി, മൈ നെയിം ഇസ് അനൂപ്. ഐ കം ഹോം ഓൺലി വൺസ് ഇൻ എ മന്ത് വർക്കിംഗ് എൽസ്വെയർ. Can you please help me with some tips to become more close to my boy? He seems to be detached. അയ്യോ, എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ ഒരു ഫാദർ ബോണ്ട് ഉണ്ടാക്കാനായിട്ടുള്ള കുറച്ച് ടിപ്സ് ചോദിച്ചത് കണ്ടപ്പം ഇറ്റ്സ് റിയലി ഹാർട്ട് വാമിങ്. ശരി, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇതിനകത്ത് 2-3 കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഇല്ല. എന്നു വെച്ചാൽ കുഞ്ഞിൻ്റെ ഏജ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പം ടോഡ്ലർ ആണോ അതോ അഡോളസെൻ്റ് ആണോ ടീനേജർ ആണോ എന്ന് പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഞാനിതിൽ ഏത് ഏരിയ എടുക്കണം എന്നറിയാത്തത് കൊണ്ട് ഞാൻ ജനറൽ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ പറഞ്ഞുതരാം. പിന്നെ ഒരു കാര്യം കൂടെ, ഈ ഡിറ്റാച്ച്ഡ് ആവുന്നത് പല റീസൺസ് കൊണ്ടാണ്. ഇപ്പം വളരെ കോമൺ ആയിട്ട് താങ്കൾ അവിടെ ജോലി ചെയ്യുന്നില്ല, വൺസ് ഇൻ എ മന്ത് വരുമ്പോൾ ഒരു ബോണ്ട് ഉണ്ടാവാത്തത് കൊണ്ട് മാത്രം ഡിറ്റാച്ച്ഡ് ആണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അവിടെ എഫക്റ്റീവ് ആയിരിക്കും. അതല്ല വേറെ എന്തെങ്കിലും പെർട്ടിക്കുലർ റീസൺ ഉണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ ബിഹേവിയർ അസസ്മെൻറ്റ് ഒന്ന് എടുക്കുന്നത് നന്നാവും. അപ്പോൾ ഇനിയിപ്പം കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ, എങ്ങനെ ഫാദർ ചിൽഡ്രൻ ബോണ്ട് ഉണ്ടാക്കാം എന്നുള്ളത് ഓരോ ഏജിൽ 0 to 2 years ഉള്ള മക്കൾക്കാണെങ്കിൽ, തീരെ പൊട്ടിക്കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ഫിസിക്കൽ ടച്ച് പ്ലേസ് എ മേജർ റോൾ. അതായത് കുഞ്ഞിനെ കഡിൽ ചെയ്യുക, കുഞ്ഞിനെ ഹഗ് ചെയ്യുക, കുഞ്ഞിനോട് ഒരുപാട് നേരം ഐ കോൺടാക്റ്റോടുകൂടി കുഞ്ഞിൻ്റെ അടുത്തിരിക്കുക. അതായത് കുഞ്ഞിന് നമ്മളൊരു അറ്റൻഷൻ കൊടുക്കുന്നു എന്ന് കുഞ്ഞിനൊരു തോന്നൽ വരുത്തുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇത് കൂടാതെ തന്നെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഒരു എൻഗേജ്മെൻറ്റ് ആൻഡ് റെസ്പോൺസീവ് കെയർ അതെങ്ങനെയാണെന്ന് വെച്ചാൽ കുഞ്ഞിനോട് പാട്ട് പാടുന്നു, കളിക്കുന്നു, ഡാൻസ് ചെയ്യുന്നു, ഇങ്ങനത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ. അപ്പോൾ അതുപോലെ അതിനെ ഒരു വലിയൊരു സ്റ്റോറി ബുക്ക് എടുത്തിട്ട് കുഞ്ഞിനെയും കൂടി ഇരുത്തിയിട്ട് സ്റ്റോറീസ് പറയുന്നു. പലതും മനസ്സിലാവില്ല 2 വയസ്സുള്ള കുഞ്ഞിന്, പക്ഷേ എന്നാലും നമ്മുടെ ആ ഒരു ഫിസിക്കൽ ബോണ്ടാണ് ഇവിടെ ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇനിയിപ്പോൾ മൂവിങ് ടു ദ നെക്സ്റ്റ് സ്റ്റേജ്, 3 to 6 അല്ലെങ്കിൽ 3 to 7 വരെയുള്ള ഒരു ഏജിൽ എന്താ ചെയ്യേണ്ടത്? 3 to 7 വരെയുള്ള ഏജ് ഗ്രൂപ്പിലുള്ള കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം കളിക്കാനാണ്. സോ ദ മോർ യു പ്ലേ വിത്ത് ദം, അതായത് ഇപ്പോൾ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ആണെങ്കിലും ഇൻഡോർ ഗെയിംസ് ആണെങ്കിലും ഒരുപാട് കുഞ്ഞിൻ്റെ കൂടെ കളിക്കുന്നത് നല്ലതായിരിക്കും. അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിംസ് നമ്മൾ എൻഗേജ് ചെയ്ത് കളിക്കുന്നത്. പിന്നെ അപ്രീഷിയേറ്റിംഗ് ദ സ്മോൾ തിങ്സ്, അവർ ചെയ്യുന്ന കൊച്ചു കാര്യത്തിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്, അവർ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു എഫേർട്ടുകളെ നമ്മൾ ഒരുപാട് എൻകറേജ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഈ ഒരു 3 to 7 ഉള്ള ഏജ് ഗ്രൂപ്പിലുള്ള കുഞ്ഞുങ്ങൾക്ക് പറ്റുന്നത്. ഇപ്പോൾ ഇവിടെ ഫാദേഴ്സിനെ ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഈ ബെഡ് ടൈം റുട്ടീൻ ഇല്ലേ, ആ ഒരു സമയത്ത് ഒരു 1/4 മണിക്കൂർ, കിടക്കുന്നതിന് മുമ്പ് ഒരു 1/4 മണിക്കൂർ ഈ ഒരു കാര്യത്തിലേക്ക് എൻഗേജ്ഡ് ആവുന്നത് ഒരുപാട് നന്നായിരിക്കും. നെക്സ്റ്റ് ഏജ് ഗ്രൂപ്പ്, അതായത് 7 to 12 എന്നുള്ള ഒരു ഏജ് ഗ്രൂപ്പിൽ അടുത്ത ഒരു പടിയിലേക്കാണ് കയറേണ്ടത്. അതായത് അവരൊരു പൊടിക്കും കൂടെ ട്വീനേജിലേക്കൊക്കെ കയറുമ്പോൾ അവരൊരു ഇച്ചിരി കൂടി ഇൻഡിപെൻഡൻ്റ് ആവാൻ, അവരുടെ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്ത് തുടങ്ങാനുള്ള ഒരു ഏജാണ്. അപ്പം ഈ ഒരു ഇൻഡിപെൻഡൻസിനെ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യുന്നത് നന്നാവും. അതായത് ഇപ്പോൾ അവരുടെ ഡ്രസ്സാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ ഒരു ഷൂ ആണെങ്കിലോ അവരെവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇത് നല്ലതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മളൊരു ആക്റ്റീവ് ലിസ്ണിങ്, വി ആർ ഗിവിങ് ഇമ്പോർട്ടൻസ് ടു ദെയർ ഒപ്പീനിയൻസ് എന്നുള്ള രീതിയിൽ അവർക്ക് തോന്നണം. ഇവിടെ ഫാദേഴ്സിന് അവരുടെ ഒരു നല്ല ഒരു ആക്റ്റീവ് ലിസ്ണറായി അവരുടെ ഒപ്പം സമയം സ്പെൻഡ് ചെയ്ത് അവരുടെ ഇൻഡിപെൻഡൻസിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ഒരുപാട് നന്നായിരിക്കും. തീരെ ഒരു പൊടിയാണെന്ന് അവർക്ക് തോന്നുന്നത് അവർക്ക് ഇഷ്ടമല്ല. അവരുടെ ഒരു ഏജിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് വേണം അവരുടെ ഒപ്പീനിയൻസിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ. അതേപോലെ തന്നെ അവരുടെ സ്കൂളിലെ കാര്യങ്ങൾ, അവരുടെ കുട്ടികളുമായിട്ടുള്ള അവരുടെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഇമോഷണലി അവർ സാധാരണ വന്ന് വെൻറ്റ് ഓഫ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അമ്മയുടെ അടുത്താണ്. വൈ? ബിക്കോസ് സമയം സാധാരണ ഫാദേഴ്സിൻ്റെ അടുത്ത് ഉണ്ടാവാറില്ല. ഈ ഒരു തരത്തിൽ അനൂപിന് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ഏജ് ഗ്രൂപ്പിലാണ് കുഞ്ഞ് വരുന്നതെങ്കിൽ ഫൈൻഡ് സം ടൈം സിറ്റ് വിത്ത് ഹിം ഓർ ഹർ ആൻഡ് അവരുടെ ആ കൊച്ചു കൊച്ചു കഥകൾ കേൾക്കാനും അവരുടെ ഇമോഷൻസിനെ വാലിഡേറ്റ് ചെയ്യാനും നമ്മളവിടെ ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ് കൊടുക്കുന്നത് ഒരുപാട് നന്നായിരിക്കും. നെക്സ്റ്റ് മൂവിങ് ഓൺ ടു ദ ടീനേജ് ഗ്രൂപ്പ്. ഇപ്പം 13 to above ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ഏജിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്ത് അവരെ നമ്മളൊരു ഫ്രണ്ട്ലി രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരിക്കലും ഒരു പാരൻറ്റ് എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ ഷൂവിൽ കയറി നിന്ന് അവരെ അഡ്വൈസ് ചെയ്യുക, അങ്ങനത്തെ എന്നെക്കാളും അവരുടെ ഒപ്പം നിന്നിട്ട് ഇതാണ് നിനക്ക് വേണ്ടത്, എന്താണ് നിനക്ക് വേണ്ടത്, അവരുടെ അടുത്ത് ഒപ്പീനിയൻസ് ചോദിക്കുക. യു വിൽ ഗെറ്റ് മോർ ഡീറ്റെയിൽസ് ഫ്രം ദം. മനസ്സിലായത്? അപ്പം അവരുടെ ഒപ്പത്തിനൊപ്പം നിൽക്കുകയാണെന്ന് തോന്നിയാൽ മാത്രമേ അവരുടെ ഇമോഷൻസ് അവർ ഓപ്പൺ അപ്പ് ചെയ്യത്തുള്ളൂ. ഇവരുടെ സ്പേസിനെ റെസ്പെക്റ്റ് ചെയ്യുകയും നാളെ അവർക്ക് എന്താണ് വേണ്ടതെന്നുള്ളൊരു ക്ലിയർ ആയിട്ടുള്ളൊരു വിഷനെ പറ്റി സംസാരിക്കുകയും അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു രീതിയിൽ ഡിസ്കസ് ചെയ്യുകയും അതേപോലെ ഭാവിയിൽ അവർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ, അവർക്ക് ചെന്നെത്താൻ പറ്റുന്ന വലിയ വലിയ എയിംസ്, ഫാദേഴ്സ് എന്നുള്ളൊരു രീതിയിൽ അവർ കാണുന്നത് ദേ ഓൾവേസ് ട്രീറ്റ് ദെയർ ഫാദേഴ്സ് ആസ് എ ഹീറോ വെൻ ദേ ബിക്കം എ ഹീറോ ടു ദം. മനസ്സിലായി? അതായത് അച്ഛനെ പോലെ അവരാകുവാൻ ആഗ്രഹിക്കുന്നത് അച്ഛൻ ആ ഒരു സ്പേസ് അവർക്ക് കൊടുക്കുമ്പോഴും അവരുടെ അടുത്ത് ആ ഒരു ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുമ്പോഴുമാണ്. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് ഇറ്റ്. അനൂപ്, ഞാൻ റഫായിട്ട് ഇതൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കുഞ്ഞിൻ്റെ ഒരു ഏജ് ഗ്രൂപ്പ് കറക്റ്റായിട്ടൊന്ന് പറഞ്ഞു തന്നെ എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ ഐ കൻ ഗിവ് യു മച്ച് ക്ലിയർ മെസ്സേജ് ഓൺ ദിസ്. ഓക്കെ, ടേക്ക് കെയർ.